നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ പകുതിയും ഓടുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ. വിവരാവകാശ രേഖയുമായി ആം ആദ്മി. പുതുക്കാട് സെന്ററിൽ നടുറോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച 18-കാരനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് കുന്നുമ്മൽ വീട്ടിൽ നൌഷാദാണ് പിടിയിലായത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ കൊടകര ടൗണിൽ പ്രകടനവും ഫ്ലൈ ഓവർ പരിസരത്ത് ധർണയും നടത്തി. പുതുക്കാട് ഊരാൻകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനവും തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡിന്റെ ഉദ്ഘാടനവും നടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ പകുതിയും ഓടുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ. കൂടാതെ പല ബസ്സുകൾക്കും കാലപ്പഴക്കവും ഫിറ്റ്നസ് ഇല്ലായ്മയുമുണ്ട്. KSRTC ബസ്സുകളുടെ മോശം അവസ്ഥ കൂടി വെളിവാക്കുന്നതാണ് പുതിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി. അതേസമയം KSRTCയുടേതായി ആകെ നിരത്തിലുള്ള 5533 എണ്ണത്തിൽ 444 K സ്വിഫ്റ്റ് ബസ്സുകളടക്കം 2345 എണ്ണത്തിന് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതെന്നുള്ള ഗൗരവമുള്ള കാര്യവും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. KSRTCയിലുള്ള ബസ്സുകൾക്ക് എത്ര എണ്ണത്തിന് ഇൻഷുറൻസ് ഉണ്ട് എന്ന് സംബന്ധിച്ചിട്ട് നൽകിയ വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച മറുപടി പ്രകാരം 11/11/2024 കണക്ക് പ്രകാരം ആകെയുള്ള ബസ്സുകളുടെ എണ്ണം 5533 അതില് KSRTCയുടെ ബസ്സുകളും സ്വിഫ്റ്റ് ബസ്സുകളും ഉൾപ്പെടും. 444 സ്വിഫ്റ്റ് ബസ്സുകളാണ് ആകെയുള്ളത്. ഇതിൽ ആകെ ഇൻഷുറൻസ് ഉള്ള ബസ്സുകൾ എന്നത് കണക്ക് പ്രകാരമുള്ളത് 1902 KSRTC ബസ്സുകളും 444 സ്വിഫ്റ്റ് ബസ്സുകളുമാണ്. ആകെ 2346 ബസ്സുകൾക്കാണ് കണക്ക് പ്രകാരം ഇൻഷുറൻസ് ഉള്ളത്. അതായത് പകുതിയിലധികം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മറുപടിയിലുള്ളത്. ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഈ ബസ്സുകൾ അപകടത്തിൽപ്പെടുകയാണ്, ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ കീഴിൽ വരും. കോർപ്പറേഷൻ ആണെങ്കിൽ ഓൾറെഡി നഷ്ടത്തിലുള്ളതാണ്. മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ തവണ അപകടം പറ്റിയപ്പോൾ ഇൻഷുറൻസ് തുക നൽകുവാനുള്ള പണം കോർപ്പറേഷന്റെ കയ്യിലില്ല, അവരുടെ വരുമാനത്തിൽ നിന്നുമാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഇതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഞെട്ടലുളവാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയുള്ള 2300 ബസ്സുകളിൽ 1902 ബസ്സുകൾക്കും KSRTC സ്വിഫ്റ്റ് ബസ്സുകൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ മാത്രമാണുള്ളത്. അതായത് ബസ്സിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ബസ്സുകൾ അപകടമുണ്ടാക്കിയാലുള്ള നഷ്ടപരിഹാരം ബന്ധപ്പെട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ചട്ടപ്രകാരം നഷ്ടപരിഹാരം KSRTC തന്നെയാണ് നൽകുന്നതെന്നും രേഖയിൽ പറയുന്നു. KSRTC ബസ്സുകൾ പ്രതിദിനം ശരാശരി 10 അപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിലാണ് ഇത്. 2016 മുതൽ നൽകിയ നഷ്ടപരിഹാരത്തിന്റെ കൃത്യമായ വിവരങ്ങളും KSRTC സൂക്ഷിച്ചിട്ടില്ല. പുതുക്കാട് സെന്ററിൽ നടുറോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ കോടതി റിമാൻഡ് ചെയ്തു. കേച്ചേരി സ്വദേശി കൂള വീട്ടിൽ 36 വയസ്സുള്ള ലെസ്റ്റിനെയാണ് റിമാൻഡ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 9:30 പുതുക്കാട് ബസാർ റോഡിലായിരുന്നു സംഭവം. കൊട്ടേക്കാട് സ്വദേശി 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. പുതുക്കാട് ബസാർ റോഡിലെ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിബിത ബസ്സിറങ്ങി ബാങ്കിലേക്ക് നടന്നു പോകുന്നതിനിടെ ലെസ്റ്റിൻ ആക്രമിക്കുകയായിരുന്നു. റോഡിലേക്ക് വലിച്ചിഴച്ചിട്ട് 9 തവണ ഇയാൾ കയ്യിൽ കരുതിയ കത്തികൊണ്ട് ബിബിതയെ കുത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ തിങ്കളാഴ്ച തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീട് പുതുക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ബിബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI മാരായ N പ്രദീപ്, ലാലു, സീനിയർ CPO മാരായ VD അജി, സുജിത്, നിതീഷ്, ദീപക് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച 18-കാരനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് ഒറുവമ്പുറം കുന്നുമ്മൽ വീട്ടിൽ നൌഷാദാണ് പിടിയിലായത്. ഡിസംബർ 4-ന് പുലർച്ചെയാണ് സർവീസ് റോഡരികിൽ പൂട്ടിയിട്ടിരുന്ന ഡ്യൂക്ക് ബൈക്ക് ഇയാൾ മോഷ്ടിച്ചത്. മോഷ്ടിക്കപ്പെട്ട വാഹനം പാണ്ടിക്കാട് ഭാഗത്ത് എത്തിയിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. പാണ്ടിക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് കടന്ന പ്രതിയെ കോയമ്പത്തൂരിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയും ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവരും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതായും സാഹസികമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയതെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പുതുക്കാട് SHO V സജീഷ് കുമാർ പറഞ്ഞു. GSI ലിയാസ്, CPOമാരായ VD അജി, ഷെഫീഖ്, CPO ജെറിൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇയാളുടെ പേരിൽ മുൻപും സമാനമായ കുറ്റകൃത്യത്തിന് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CPM കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയെന്നും ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാവുമെന്നും ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, CPIM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് കൊടകര ഏരിയ സമ്മേളനം ഡിസംബർ 11 മുതൽ 14 വരെയുള്ള തീയതികളിൽ ആമ്പല്ലൂർ വെച്ച് ചേരുകയാണ്. 12, 13 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 11-ന് കൊടിമര പതാക ജാഥകളും 14-ന് റെഡ് വളണ്ടിയർ പരേഡും പ്രകടനവും പൊതുസമ്മേളനവും ഈ തരത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 14-ന് അളഗപ്പ ടെക്സ്റ്റൈൽ കമ്പനി പരിസരത്ത് റെഡ് വളണ്ടിയർമാരും പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ബഹുജനങ്ങളും കേന്ദ്രീകരിച്ച് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് 6 മണിക്ക് പൊതുസമ്മേളനം ആമ്പല്ലൂർ ജോർജ് ടൗൺ കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്ന നാമകരണത്തിലാണ് നഗർ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ പൊതുസമ്മേളനം ചെയ്തു. സീതാറാം യെച്ചൂരി നഗർ എന്ന പേരിലുള്ള നഗറിലാണ് പൊതുസമ്മേളനം ചേരുന്നത്. പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ബിജു ഉദ്ഘാടനം ചെയ്യും. 11, 12 തീയതി 12, 13 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം 12-ന് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. തുറപ്പേട്ടയിലെ MB മണികണ്ഠൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് 100ഓളം വരുന്ന അത്ലറ്റുകൾ അണിനിരന്നുകൊണ്ടുള്ള പതാകജാഥ പ്രയാണം ആരംഭിക്കുന്നത്. പതാകജാഥ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. TA രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് കൂടി കൂട്ടിച്ചേർക്കേണ്ടത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ആമ്പല്ലൂരിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സോജൻ ജോസഫ്, സുരേഷ് P കുട്ടൻ, പ്രകാശൻ ഇഞ്ചക്കുണ്ട് എന്നിവർ പ്രസംഗിച്ചു. മഞ്ജു വൈഖരി, രാജൻ നെല്ലായി, കൃഷ്ണൻ സൗപർണിക, അനിൽ നന്ദിപുലം, മധു പുഷ്പത്ത്, സുധീഷ് ചന്ദ്രൻ എന്നിവർ കവിതകൾ ആലപിച്ചു. ഒരു വല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ആട്ടിപ്പായിച്ചോ വീണ്ടും മുരളുന്നു സത്യം വച ധർമ്മം ചര. മാധ്യമർ വീണ്ടും മുരളുന്നു സത്യം വച ധർമ്മം ചര. പകലിനെ പുറത്താക്കി വാതിലടച്ചവർക്ക് പരം സുഖം, പരമ്പരകളുടെ പരകായ പ്രവേശം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, വർഷങ്ങളായി കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷൻകാർ കൊടകര ടൗണിൽ പ്രകടനവും ഫ്ലൈ ഓവർ പരിസരത്ത് ധർണയും നടത്തി. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സദാനന്ദൻ, KI പുരുഷോത്തമൻ,
PV പത്മനാഭൻ, KK ഭാരതി, K സുകുമാരൻ, MK ശാന്തകുമാരി, MG തോമസ്, AV ജോൺസൺ, PV ദേവസി എന്നിവർ പ്രസംഗിച്ചു. ഈ ബാലകൃഷ്ണർക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ധർണയുടെ പ്രകടനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AP ജോസ് മാസ്റ്റർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്കെല്ലാം. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് ഊരാൻകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ SMS റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം കപിൽ രാജ്, മോഹനൻ തൊഴൂക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചായിരുന്നു നിർമ്മാണം. ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് അതൊരു പ്രശ്നമുള്ളതുകൊണ്ട് പറപ്പൂക്കര വില്ലിച്ചിറ പാടശേഖരത്തിൽ കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. നടിയിൽ കഴിഞ്ഞ പാടമാണ് വെള്ളത്തിനടിയിലായത്. ഒരാഴ്ചയ്ക്കുള്ളിലെ പാടം കൃഷിയോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. മറ്റ് മേഖലകളിലെ കൃഷിയിടങ്ങളിലെ വെള്ളം ഇറങ്ങിത്തുടങ്ങി. പമ്പ് ഹൗസിൽ നിന്നും 3 മോട്ടോർ ഉപയോഗിച്ചാണ് വെള്ളം വറ്റിക്കുന്നത്. ഇവിടുത്തെ 10 HP മോട്ടോർ വെള്ളം എടുക്കുന്നതിനിടയിൽ പണിമുടക്കി. ഇതോടെ മറ്റൊരിടത്തു നിന്നും വാങ്ങിയ മോട്ടോർ എത്തിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. കൂടാതെ ചണ്ടി കിടക്കുന്നത് വെള്ളം പോകുന്നതിന് തടസ്സമായിരുന്നു. തുടർന്ന് പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ചണ്ടി കർഷകർ തന്നെ നീക്കം ചെയ്യുന്നുണ്ട്. 30 HP പമ്പ് എത്തിച്ചാൽ മാത്രമേ വെള്ളക്കെട്ടിന് വേഗം പരിഹാരം കാണാൻ സാധിക്കൂവെന്നും കൂടാതെ പാടശേഖരത്തെ വെള്ളം അടിക്കാനും പോകുന്നതിനും സംവിധാനം വേണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജയപ്രകാശ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ് പതാക ഉയർത്തി. AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. MP സന്ദീപ്, PU ഹരികൃഷ്ണൻ, KS മിഥുൻ, VS ശ്രീജിത്ത്, NU മോഹൻദാസ്, ജിത്തു രവി, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി പുതുക്കാട് KSRTC ഡിപ്പോ ഒരുക്കിയ ബജറ്റ് ടൂറിസം യാത്ര ജനപ്രീതി നേടുന്നു. കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്ന പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തതോടെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയാണ് KSRTC അധികൃതർ. പുതുക്കാട് ഡിപ്പോയുടെ കീഴിലെ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ മുൻപ് നടത്തിയ യാത്രകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ ജനങ്ങളിൽ നിന്ന് എത്തിത്തുടങ്ങിയതോടെയാണ് അധികൃതർ കൂടുതൽ സർവീസ് തുടങ്ങുവാൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ചും ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് കുടുംബവുമൊത്ത് ചുരുങ്ങിയ ചെലവിൽ യാത്ര ആസ്വദിക്കാമെന്നതാണ് KSRTCയുടെ ഉല്ലാസയാത്രയുടെ പ്രത്യേക ആകർഷണം. ഡിസംബർ 13 രാവിലെ 3:30 സീറ്റ് 1 540 രൂപ ചെലവിൽ ചക്കുളത്തുകാവ് ക്ഷേത്രം, 14 രാവിലെ 5 770 രൂപ ചെലവിൽ മാമലക്കണ്ടം മൂന്നാർ യാത്ര, 15 രാവിലെ 7:15 570 രൂപ ചെലവിൽ മലക്കപ്പാറ, ഡിസംബർ 22 രാവിലെ 6 600 രൂപ ചെലവിൽ സി കുട്ടനാടും, 22 രാവിലെ 5:15 മറയൂർ കാന്തല്ലൂർ യാത്ര, സീറ്റ് 1 1400 രൂപ, 25 രാവിലെ 7:15 മലക്കപ്പാറ 570 രൂപ ചെലവിൽ, 25 രാവിലെ 5:15 മാമലക്കണ്ടം മൂന്നാർ യാത്ര 770 രൂപ, 28 രാവിലെ 5:15 ആരംഭിക്കുന്ന മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്രയ്ക്ക് 1400 രൂപ, 29 രാവിലെ 5 മാമലക്കണ്ടം മൂന്നാർ യാത്ര സീറ്റ് 1 750 രൂപയുമാണ്. ജനുവരി 4 മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്ര 1400 രൂപ, മാംഗോ മെഡോസ് 1600 രൂപ, ജനുവരി 5 മാമലക്കണ്ടം മൂന്നാർ യാത്ര 770 രൂപ, മലക്കപ്പാറ 570 രൂപ, ജനുവരി 11 മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്ര 1400 രൂപ, മലക്കപ്പാറ 570 രൂപ, ജനുവരി 12 മാമലക്കണ്ടം മൂന്നാർ യാത്ര 770 രൂപ, ജനുവരി 18 1530 രൂപ ചെലവിൽ കന്യാകുമാരി യാത്ര, ജനുവരി 19 മൂന്നാർ കാന്തല്ലൂർ മറയൂർ യാത്ര 1400 രൂപ ചെലവിൽ, ജനുവരി 25 മൂന്നാർ കാന്തല്ലൂർ മറയൂർ 1400 രൂപ, മലക്കപ്പാറ 570 രൂപ, ജനുവരി 26 മാമലക്കണ്ടം മൂന്നാർ യാത്ര 770 രൂപ, ജനുവരി 30 ഗവി യാത്ര 2300 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ.
ഈ ക്രിസ്മസ് അവധിക്കാലത്ത് പ്രകൃതിയുടെ മതിവരാ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് KSRTC പുതുക്കാട് ഡിപ്പോ. കൂടുതൽ വിവരങ്ങൾക്ക് 9227803715 04802751 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പള്ളിക്കുന്ന് വരന്തരപ്പള്ളി റോഡ് നവീകരിക്കാത്തതിനെതിരെ മനുഷ്യാവകാശ ദിനത്തിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ രംഗത്ത്. വരന്തരപ്പള്ളി റോഡിലെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതാണ് പരാതിക്കിടയാക്കിയത്. മനുഷ്യന്റെ അവകാശമായ സഞ്ചരിക്കാനുള്ള അവകാശം അധികൃതർ നിഷേധിക്കുകയാണെന്നും മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ ആരോപിച്ചു. വിഷയത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, റവന്യൂ മന്ത്രി കെ രാജൻ, കിഫ്ബി എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. ലോക മനുഷ്യാവകാശ ദിനത്തിൽ ജില്ലാ മനുഷ്യാവകാശ സംരക്ഷണ സമിതി യോഗം നടത്തി. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ജോസഫ് തൃക്കൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ജോസ് പത്താടൻ, രവി ചാലക്കുടി, റാഫി മാളിയേക്കൽ, ശോഭ അയ്യപ്പദാസ് എന്നിവർ പ്രസംഗിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പുതുക്കാട് 9 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ KSCB ഓഫീസിന് മുൻപിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജോയ് വല്ലച്ചിറ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ബാങ്ക് ഡയറക്ടർ പ്രിൻസ് ചതലൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് പള്ളത്ത്, വാർഡ് പ്രസിഡന്റ് മോഹനൻ പാലപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അർജുൻ സുരേഷ്, ഷാജു ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ KSCB ഓഫീസിന് മുന്നിൽ ബുധനാഴ്ച വൈകിട്ട് 6-ന് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമഠം ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിക്കും. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി KSCB ഓഫീസിലേക്ക് ബുധനാഴ്ച രാവിലെ 10:30-ന് മാർച്ചും ധർണയും നടത്തും. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മുട്ടക്കോഴി വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫിലോമിന ഫ്രാൻസിസ്, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ ഫ്ലെമി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഇരിഞ്ഞാലക്കുട വിക്ടറി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട വിക്ടറി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS ഗ്രൗണ്ടിൽ വെച്ച് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട CI അനീഷ് കരീം ഉദ്ഘാടനം നിർവഹിച്ചു. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട വിക്ടറി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ T. ജോബി ഡേവിസ്, ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് HS സ്കൂൾ പ്രിൻസിപ്പൽ MK മുരളി, ജനറൽ കൺവീനർ EA പ്രവീൺ കുമാർ, സ്പോർട്സ് കൺവീനർ CT ജയ്സൺ എന്നിവർ പ്രസംഗിച്ചു. ഒരു വലിയൊരു പ്രോഗ്രാമാണ് നമ്മുടെ സ്പോർട്സ് മീറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാങ്കേതിക മികവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് വിക്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിച്ചേരുന്നത്. സാങ്കേതിക മികവിന്റെ കൂടെ അവരുടെ യഥാർത്ഥ ആരോഗ്യസ്ഥിതികൾ ഈ ടെക്നിക്കൽ സ്കില്ലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയും നല്ല മനസ്സുള്ളവരാണ് നല്ല ആരോഗ്യം. പറപ്പൂക്കര മുത്തറത്തിക്കരയിലെ നിറവ് പുരുഷ സംഘം പോങ്കോത്രയിലെ താമരച്ചാൽ പാടത്ത് 5 ഏക്കറിൽ നെൽകൃഷി ആരംഭിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം NM പുഷ്പാകരൻ, പാടശേഖര സമിതി പ്രസിഡന്റ് MM ജോൺസൺ, പുരുഷ സംഘം പ്രസിഡന്റ് CV രാജേഷ്, സെക്രട്ടറി NK പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. 34 വർഷമായി ഭാരവാഹിത്വം വഹിക്കുന്ന കർഷക സമിതിയുടെ സെക്രട്ടറി നാരായണൻ മാടമ്പത്ത്, കർഷകരായ പാലക്കട ജനാർദ്ദനൻ, യോഹനാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പിന്നെ ഇവിടുത്തെ ഒരുപാട് കാലം കൃഷിയെ സംരക്ഷിച്ചു പോരുന്ന കർഷക. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച നടത്തും. അന്നേ ദിവസത്തെ പ്രധാന വഴിപാടായ മഹാഭഗവത് സേവ ചെയ്യാൻ
ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നല്ല ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിനുകളും മറ്റ് പോഷകങ്ങളും ധാരാളം അടങ്ങിയതാണ് ഇലക്കറികൾ. ശരീര ധാതുക്കളുടെ അളവും ഗുണവും മെച്ചപ്പെടുത്തി ഉന്മേഷവും രോഗപ്രതിരോധ ശേഷിയും സംഭരിക്കാൻ ഇലക്കറികൾ സഹായിക്കും. ഒരു റിപ്പോർട്ട് കാണാം. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്വർണ്ണവില. പവന് 600 രൂപയാണ് വർദ്ധിച്ചത്. 57,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 75 രൂപയാണ് വർദ്ധിച്ചത്. 7,205 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെയും സ്വർണ്ണവില ഉയർന്നിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. രണ്ടിന് 56,720 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തി. പിന്നീട് ഉയർന്ന വിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചാഞ്ചാട്ടമാണ് ദൃശ്യമായത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും വില ഉയരുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ DTPCയുടെ ക്രിസ്മസ് പുതുവത്സര അവധിക്കാല ടൂർ പാക്കേജുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു. മൈസൂർ, കൂർഗ്, മസ്സിനഗുഡി, ഊട്ടി, വാഗമൺ, തേക്കടി, ഗവി, മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത്. ക്രിസ്മസ് അവധിക്കാല പാക്കേജുകളുടെ നിരക്ക് കുറച്ചിട്ടുണ്ട്. യാത്രാ പ്രവേശന ടിക്കറ്റ്, താമസ സൗകര്യം, ഭക്ഷണം എന്നിവ ഉൾപ്പെടെയാണ് നിരക്ക്. AC വാഹനത്തിലാണ് യാത്ര. സഞ്ചാരികളെ സഹായിക്കുന്നതിന് മുഴുവൻ സമയ ഫെസിലിറ്റേറ്ററുടെ സേവനം ഉണ്ടായിരിക്കും. സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് DTPC ഓഫീസുമായി നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0477232080, മൊബൈൽ 9496101737. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,205 രൂപ, പവന് 57,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ പകുതിയും ഓടുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ. വിവരാവകാശ രേഖയുമായി ആം ആദ്മി. പുതുക്കാട് സെൻട്രൽ നടുറോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച 18കാരനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാണ്ടിക്കാട് കുന്നുമ്മൽ വീട്ടിൽ നൌഷാദാണ് പിടിയിലായത്. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ കൊടകര ടൗണിൽ പ്രകടനവും ഫ്ലൈ ഓവർ പരിസരത്ത് ധർണയും നടത്തി. പുതുക്കാട് ഊരാൻകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനവും തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡിന്റെ ഉദ്ഘാടനവും നടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.